അപ്പം നമ്മൾ മണീസ് ഗോൾ സെറ്റിങ്ങിന്റെ ആദ്യത്തെ ക്ലാസ് അല്ലെങ്കിൽ 2026 ആദ്യത്തെ വെബിനാറാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പം ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബിനാറാണ് ഇന്ന് നടത്തുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഗോൾ സെറ്റിങ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് 2026 വീട്ടിലൊരു പണം കായ്ക്കുന്ന ഒരു മരം വേണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടി എന്ന് ടൈപ്പ് ചെയ്യാം. പണം കായ്ക്കുന്ന മരം നമ്മളല്ലേ? സംസാരിക്കരുത്. വരുന്നത്. ഇത് റെക്കോർഡിംഗ് ഉള്ളതാണ്, സംസാരിക്കരുത്. നമുക്ക് ലാസ്റ്റ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ 2026 നമ്മൾ തന്നെ വീടുകളിൽ എന്താണ് ഒരു പണം കായ്ക്കുന്ന മരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. നമ്മളൊക്കെ പണ്ട് ചെറുതിലേക്ക് കേൾക്കുന്നതാണ്, ഓ പണം കായ്ക്കുന്ന മരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ല രസമായിരുന്നു, അതിൽ നിന്നും ഒരു മണി എടുക്കുക, ഒരു നോട്ട് എടുക്കുക, നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പണം കായ്ക്കുന്ന മരത്തിനെ നമ്മുടെ വീടുകളിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ വളർത്താനായിട്ട് പറ്റും. അതിൻ്റെ 3 സീക്രട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ മരം നട്ടുപിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ മരം നട്ടുപിടിപ്പിക്കാം എന്നതിനുള്ള നല്ലൊരു ക്ലാരിറ്റി ഞാൻ തരുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു മരം നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു സമ്പത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എടുക്കാനുള്ളത് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കാലെടുത്ത് വെക്കാനുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. സോ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ തന്നെയാണ്, ഡിസിഷൻ നിങ്ങളാണ് എടുക്കുന്നത്. ഈ ഡിസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 2026 തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മണി ബ്ലോക്കുകളൊക്കെ മാറിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പ്ലേസിലും റൈറ്റ് ടൈമിലുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഞാൻ ഒഫീഷ്യലി ആയിട്ട് ഈ ഒരു സെഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ 3 സീക്രട്സ്, എങ്ങനെയാണ് മണി ഗോൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ള 3 സീക്രട്സ് ഞാൻ പറഞ്ഞു തരാനായിട്ട്. ഓക്കെ, ക്ലിയർ? അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിസീബ, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് അധ്യാപനം അല്ലെങ്കിൽ അധ്യാപികയായിട്ടാണ് ഞാൻ ജോലി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഞാനൊരു മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, അതിൻ്റെ കൂടെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്, ഒരു ലൈഫ് കോച്ചാണ്. സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കോൺഫിഡൻസ്, UPSC, അതുപോലെ IAയും IIT, MBBS ഇങ്ങനെയുള്ള നീറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, CA എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കോൺഫിഡൻസ് കൂടി കൊടുക്കുന്നുണ്ട്, അതിനുള്ള കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ ഞാനൊരു ഓതറാണ്, 3 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, 4ാമത്തെ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് 2 ബുക്ക് മാത്രമേ മലയാളം ഉള്ളൂ, ബാക്കിയെല്ലാം ബുക്കും ഇംഗ്ലീഷാണ്. അതിനകത്ത് ഈ ബുക്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും. അതുകൂടാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു എംപവർമെൻ്റ് ആണ് NST അക്കാഡമി വെൽത്ത് അബണ്ടൻസ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ എന്നും സന്തോഷത്തോടു കൂടി പറയുന്നത്, ഞാൻ 3 കുഞ്ഞുങ്ങളുടെ മദർ കൂടിയാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു മദറാണ്, അതൊരു വിമൻ ഓണ്ടർപ്രണർ കൂടിയാണ്. സോ ഇതാണ് എന്നെ കുറിച്ചിട്ടുള്ള വിവരം. എൻ്റെ വിവരങ്ങളെല്ലാം കേട്ടതിന് വളരെയധികം സന്തോഷം. സോ ഈ ഒരു 2025 എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും പലതും വേണ്ട എന്ന് വെക്കുകയും ചെയ്തതാണ്. പല ക്വാളിറ്റീസും അല്ലെങ്കിൽ പല പൊസിഷൻസും തരുന്ന പല കാര്യങ്ങളെയും വേണ്ട, 2026 പാടില്ല എന്ന് വളരെയധികം ദൃഢനിശ്ചയമായിട്ട് തീരുമാനമെടുക്കുകയും 2025 തീരുന്നതിന് മുമ്പ് ഞാൻ ആ തീരുമാനങ്ങളെ നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന ഒരു വർഷം കൂടിയാണ് എൻ്റെ ഈ 2025 എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അത്രത്തോളം വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വർഷമാണ് 2025. എൻ്റെ ഇത്രയും വയസ്സിനിടയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 2025 ആയിരിക്കും. കാരണം 2025 അല്ലെങ്കിൽ 2+0+2+5 എന്ന് നമുക്ക് 9 എന്ന് പറയുന്ന ആ കുട്ടികൾ കൂടുന്ന ആ ഒരു 9 എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ ഓഫ് ദ ഇയർ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തരും ലാസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടുക. ഇപ്പം എനിക്ക് മാത്രമല്ല മാറ്റങ്ങൾ വരേണ്ടത്,
ഇതുപോലെ സൊസൈറ്റിയിൽ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് മാറ്റം വരണം എന്നുള്ളൊരു മിഷനോട് കൂടി ഈ വർഷം 10,000-ലധികം ആളുകൾക്ക്, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന്, അല്ലെങ്കിൽ ബിസിനസ് എംപവർ ചെയ്യുന്നവർക്ക്, ഹൗസ് വൈഫ്സിന്, കുട്ടികൾക്ക്, ഒരുപാട് പേർക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തണം എന്നുള്ള ഇതാണ് എൻ്റെ ഈ വർഷത്തെ ഒരു വലിയൊരു ഗോളായിട്ട് പറയുന്നത്. ഈ വർഷത്തെ മാത്രമുള്ള ഗോള് 10,000 പേർക്കെങ്കിലും എൻ്റെ ഒരു കോച്ചിങ്ങിലോട്ട്, അല്ലെങ്കിൽ എൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ അവർ ഫ്രീ ആയിട്ടോ പെയ്ഡായിട്ടോ ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഗോള് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മണി ക്ലാരിറ്റി, കോൺഫിഡൻസ്, മൈൻഡ് സെറ്റ്, ഇതിലൊക്കെ കൂടി അവരെന്ത് ചെയ്യുക, എംപവർ ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്ന കാര്യം. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് 2026 ആദ്യത്തെ വെബിനാറാണ് ഇന്ന് വരുന്നത്. സോ ഇന്നത്തെ ദിവസം ഇന്നലെ വെബിനാർ വെച്ചതായിരുന്നു, പക്ഷെ കുറച്ച് സാങ്കേതിക ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇന്നോട്ട് മാറ്റിയായിരുന്നു. അപ്പം ഇത് നമ്മുടെ അത്രയും എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് ആണ്. ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഈ വർഷം ആദ്യത്തെ വെബിനാർ ഞാൻ ഒരുപാട് പോസ്റ്റ്പോണ്ട് ചെയ്യാതെ തന്നെ നേരത്തെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരം നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് ആ ഒരു മരം നിങ്ങൾക്ക് കായ്ക്കും എന്നുള്ള ആ ഒരു നിങ്ങൾ അറിയുക. സോ നമ്മൾ സാധാരണയായിട്ട് ഒരു മരം കായ്ക്കുന്നതിനാണല്ലേ നമ്മൾ ആദ്യമായിട്ടൊരു സീഡ് കൊണ്ടിടുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കോയിൻ പ്ലാന്റ് ചെയ്യുക, അതിനാവശ്യമുള്ള വളം കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, അതിങ്ങനെ വളർന്നു വരും. അതിനാവശ്യമായിട്ടുള്ള സൂര്യപ്രകാശവും ആവശ്യം എന്തൊക്കെയാണോ അതിനാവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പം അതിനകത്ത് ഒരു ചെറിയൊരു സീഡ് ഇട്ടതിന് ശേഷം ആ സീഡിൽ നിന്നും ഒരുപാട് നമുക്ക് ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടും. ആ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2026 അവസാനം നമ്മൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യും, എത്ര സീഡ് നിങ്ങൾ ഇന്ന് സീഡ് ഇടുകയാണ്, ആ സീഡിനെ നമ്മൾ 2026 അവസാനം ആ സീഡുകൾ പറക്കിയെടുക്കണം. സീഡുകൾ പറക്കിയെടുക്കുമ്പം അത് വലിയ, നമ്മൾ ചെറിയ വിത്തിടുന്നത് നമ്മൾ വലിയൊരു ഫ്രൂട്ടായിട്ട് മാറുന്നത് പോലെ കോയിൻസ് ഇട്ടുകൊണ്ട് നമ്മൾ ഈ വർഷം അവസാനം ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ കൈകളിലോട്ട് നമ്മൾ എത്തിക്കുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനകത്ത് പതിപ്പിച്ച് വെക്കുക. നമ്മൾ ചെറുതായിട്ടിടുന്ന വിത്തുകളാണ് നമുക്ക് വലിയ വലിയ ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ വലുത് നമ്മൾ വലുതായിട്ട് ചിന്തിക്കുമ്പോൾ വലുതായിട്ട് ചിന്തിക്കുക. പക്ഷെ എന്താണ്, നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ എടുക്കുക. ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 എന്ന് ടൈപ്പ് ചെയ്യുക. താങ്ക് യു. അപ്പം നമ്മൾ ആദ്യത്തെ സീക്രട്ടിലോട്ട് പോവാണ്. സീക്രട്ട് നമ്പർ 1. ഇത് നിങ്ങളുടെ ബുക്കും പേനയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് സമയം തരാം. ബുക്കൊക്കെ ഉണ്ടോ കയ്യിൽ? ഒന്ന്, എനിക്ക് ആരും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും വീഡിയോയിൽ വരൂ? ഓക്കെ, ആ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ? ഓക്കെ, ബുക്ക് ഉണ്ടല്ലേ. ആ ബുക്ക് ഉള്ള ബാക്കിയുള്ളവരും കൂടി വീഡിയോ വരികയാണെങ്കിൽ ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കായിരുന്നു, നമ്മുടെ ആ ഒരു ഗ്രോ വരുന്നത്. ഒരു മിനിറ്റ് ഒന്ന്, അത് സലാഹുദ്ദീൻ ദദി, ആ ബുക്ക് ഒന്ന് കാണിക്കൂ. നമ്മൾ എന്തായാലും ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ. ആ ആ ബുക്കും, ആ ഓക്കെ ഫൈൻ. ഒന്നും കൂടി മാം ഒന്നും കൂടി ബുക്ക് ഒന്ന് റൈസ് ചെയ്യോ? ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ആദ്യത്തെ സീക്രട്ട് പഠിക്കാൻ പോവാണ്. സോ നമ്മുടെ 3 സീക്രട്ടാണ്. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും എന്താണ് വേണ്ടത് എന്നുള്ളതിന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് നല്ല ജീവിതമാണോ, അല്ല നല്ല പാർട്ട്നേഴ്സ് ആണോ, ഒരുപാട് മണിയാണോ, എന്താണോ വേണ്ടത്, അതിന് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് 2 തരത്തിലുള്ള ഗോൾസ് ആണ് വരുന്നത്. ഈ ക്ലാരിറ്റി പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഗോൾസ് പറയുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ഗോൾസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിംഗ് ഗോൾസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ഗോൾസ്. രണ്ടാമതായിട്ട് വരുന്ന എക്സ്പീരിയൻസിങ് ഗോൾസ് ആണ്. രണ്ടും രണ്ടാണ്. അതായത് നമ്മൾ ആദ്യം, അതായത് നമുക്കിപ്പോൾ പറയുന്നത്, എനിക്ക് നല്ലൊരു ഫാമിലി വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് വേണം, എനിക്ക് കുറേ പണം വേണം, അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഉണ്ടായിരിക്കണം, അതുപോലെ എന്താണ് ഇത്രത്തോളം
എന്താണ് എനിക്ക് ഇത്രയും നല്ല ആരോഗ്യം വേണം, ഇങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മുടെ ക്രിയേറ്റിംഗ് ലൈഫ് ഗോൾസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യുക, നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. അതാണ് നമ്മുടെ ക്രിയേറ്റിംഗ് ഗോൾസ്. ഈ ക്രിയേറ്റിംഗ് ഗോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പീരിയൻസിങ് ഗോൾസിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ എക്സ്പീരിയൻസിങ് ഗോൾസ് എന്ന് പറയുമ്പം നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ട്. ഹെൽത്ത് ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഐ എം ഹെൽത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, അത്രത്തോളം സന്തോഷം നമുക്കുണ്ടായിരിക്കും. ഓക്കെ. അപ്പം അതുപോലെ നമുക്ക് ഒരുപാട് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, അത്രത്തോളം ഫ്രീഡം ഉണ്ടായിരിക്കും. നല്ല റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കും. സോ ഇതാണ് എക്സ്പീരിയൻസിങ് ലൈഫ് ഗോൾസ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനെയാണ് എക്സ്പീരിയൻസിങ് ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ അടുത്ത ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് ആ ഒരു ക്ലാരിറ്റിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്, വാട്ട് യു വാണ്ട്, അല്ലെങ്കിൽ എന്തെന്നാണ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണം. അല്ലേ? ഇപ്പം ഞാൻ പറയാണ്, ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു ഡ്രസ്സ് വേണം എന്ന് പറയണമെങ്കിൽ അവർ ചോദിക്കും ഏത് കളറാണ്, എന്താണ് ഡ്രസ്സ് വേണ്ടത്, ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ ഒരു ഡ്രസ്സ്, ഞാൻ പറയണം എനിക്കൊരു മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഏത് കളർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ഒരു യെല്ലോ കളർ മെറ്റീരിയൽ. അപ്പം ചോദിക്കണം ആ യെല്ലോ കളർ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതാണ് രണ്ടാമത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇതിനകത്ത് നമ്മൾ ഈ രണ്ട് ഗോൾസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ എക്സ്പീരിയൻസ് ഗോൾസും അതുപോലെ ലൈഫ് ഗോൾസും പറഞ്ഞായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ഗോൾസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഒന്ന് പറഞ്ഞാൽ മെയിൻ ഗോൾസും അതുപോലെ എൻഡ് ഗോൾസും. സോ മെയിൻ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പറയണത് എനിക്കൊരു കോടി രൂപ, ഒരു കോടി രൂപ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു മെയിൻ ഗോൾസ് ആണ്. അത് ഇന്നത് എനിക്ക് വേണം, എനിക്ക് നല്ലൊരു ഫാമിലി വേണം, ഞാനൊരു ആഗ്രഹം മാത്രം, അതിനെയാണ് മെയിൻ ഗോൾസ് ആയിട്ട് പറയുന്നത്. അതേസമയം എൻഡ് ഗോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു കോടി രൂപ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ടൈം ഫ്രീഡം ഉണ്ടായിരിക്കും, അത്രത്തോളം കംഫർട്ടായിരിക്കും, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. സോ എനിക്ക് ഒരു കോടി രൂപ കിട്ടിക്കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു ഇമോഷൻസിനെയാണ് എൻ്റെ എൻഡ് ഗോളായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്, നമ്മുടെ ക്രിയേറ്റിംഗ് ലൈഫ് ഗോൾസിന്റെ ബേസിലും അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിങ് ലൈഫ് ഗോൾസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു മെയിൻ ഗോളും അതുപോലെ നമ്മുടെ എൻഡ് ഗോളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു മെയിൻ ഗോളും എൻഡ് ഗോളും കറക്റ്റ് ആയിരിക്കണം. നമ്മളിപ്പം വിഷൻ ബോർഡും അല്ലെങ്കിൽ ഗോൾ സെറ്റിങ്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങളിൽ ക്ലാരിറ്റിയോട് കൂടി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷെ എന്നാൽ നമ്മൾ അങ്ങനെ അല്ല ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഇരിക്കുക, ഇതിന് കുറച്ച് സമയം കൊടുക്കുക. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല, ഇമ്പോസിബിൾ ആണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടത് വേണം എന്ന് നമ്മൾ ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക. ഒരു ബുക്കും പേന എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങളത് എഴുതുക. മണി വേണോ, അതോ നല്ല ഹെൽത്ത് വേണോ, എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ 1 2 3 4 എന്ന് പറഞ്ഞ് ഇടുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 24 hours കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് ഇതെനിക്ക് ആവശ്യം, എന്തുകൊണ്ട് എനിക്കിത് ആവശ്യം എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പം നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ഗോൾ കാർഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന ഒരു ഗോള്, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നത് പോലെ എന്ത് സാധനം, എത്ര ക്വാണ്ടിറ്റി, എങ്ങനെ വാങ്ങിക്കണം എന്ന് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും എന്ത് വേണം, ഒരു നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കണം. സോ മണിയാണോ, ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. കാരണം പക്ഷേ എന്താണ്, അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മണി കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് മണി വന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഗോൾസിന്റെ കാര്യത്തിനകത്ത് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്ലാരിറ്റിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഈ നമ്മുടെ ഗോള് ഇതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് 80% നമ്മുടെ ഷോർട്ട് ടേം ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് 2026 എന്താണോ വേണ്ടത്, ഇപ്പം ഞാൻ പറയുന്നത് 2026 എനിക്ക് 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ 1 കോടി രൂപ. ഒരു മിനിറ്റ്. സോറി. അപ്പം നമ്മൾ 80% ഒരു ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അതായത് 2026 നമുക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നത് 2026 എനിക്ക് 1 കോടി രൂപ വേണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ 2026 ഞാൻ 1 കോടിക്ക് ഇതാക്കുക. ബാക്കി ഞാൻ പറയുകയാണ് എനിക്ക് ഇനിയും വേണം, ഇനിയും എനിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 2030 5 കോടിക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇന്ന് എനിക്ക് വേണ്ടത് എന്താണോ അതിനെ എനിക്കൊരു ഷോർട്ട് ടേം ആയിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ലോങ് ടേം എന്ത് ചെയ്യുക, ഒരു 2-3 വർഷത്തേക്ക് ശേഷം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, നമ്മളവിടെ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാരിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയാനായിട്ട് പറ്റും. നമുക്ക് എന്താണോ വേണ്ടത്, ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം, നമുക്ക് എല്ലാത്തിനും ഗോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ചുമ്മാ ഈ പറയും പോലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ക്ലാരിറ്റിയോ ഒന്നുമില്ലാതെ നമ്മൾ എന്തായിരിക്കും ചുമ്മാ ഇങ്ങനെ ഗോ ത്രൂ ചെയ്ത് പോകുന്നത് പോലെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദ്യം നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ക്രിയേറ്റിംഗ് ലൈഫ് നമ്മുടെ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ അതിനെ എക്സ്പീരിയൻസിങ് ചെയ്യുക. സോ എക്സ്പീരിയൻസിങ് ചെയ്യുക, നമ്മൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ക്രിയേറ്റും ചെയ്ത് എക്സ്പീരിയൻസും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ പേപ്പറും പേനൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇപ്പം എന്താണോ നിങ്ങൾ കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, 2026 ഏറ്റവും കൂടുതൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു 5 കാര്യങ്ങൾ എഴുതാം. നിങ്ങൾക്ക് മണി എഴുതാം, നിങ്ങളുടെ ഹെൽത്ത് എഴുതാം, റിലേഷൻഷിപ്പ് എഴുതാം, അതുപോലെ കരിയർ എഴുതാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസും കൂടി നിങ്ങൾ എഴുതാം. ഒരു ഫണ്ണോ അല്ലെങ്കിൽ ലെഷറോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഈ 5 ഏരിയയിലും ഓരോന്നും വീതം എഴുതുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ക്ലാരിറ്റി, ഒരു ഗോൾ എഴുതുക. നിങ്ങളുടെ മെയിൻ ഗോളും അതുപോലെ എൻഡ് ഗോളും എഴുതുക. അതുപോലെ നിങ്ങളുടെ മണി ആണെന്നുണ്ടെങ്കിൽ മണിയിൽ എഴുതുക. ഹെൽത്ത് എഴുതുക, കരിയർ എഴുതുക. 4 ഏരിയ എഴുതിയാൽ മതി കേട്ടോ, HRCM എഴുതിയാൽ മതി. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി. ഇതിനകത്തും ഓരോന്ന് വീതം എഴുതിയാൽ മതി. ഇപ്പം നിങ്ങൾ ഓരോന്ന് വീതം എഴുതുക. എന്തിന്, എന്തുകൊണ്ട്. ക്ലിയർ ആണോ എഴുതാനുള്ളത്? മേഡം ഓരോരോ ആവശ്യങ്ങൾ എഴുതിയിട്ട് ഇപ്പൊ ഒന്ന് എഴുതിയിട്ട് ആ അതിന്റെ താഴെ കാരണം എഴുതണം. ആ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇമോഷൻസ് എഴുതാൻ മതി. കാരണം എഴുതിയില്ലെങ്കിൽ വേണം, ഇമോഷൻസ് എഴുതുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം 1 ലക്ഷം രൂപ, ഇപ്പം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും. ആ 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ആയിരിക്കാം. നിങ്ങൾക്ക് എന്താണോ അവിടെ തോന്നുന്നത്, ആ ഒരു എന്താ, നിങ്ങൾക്ക് എന്തിൽ നിന്നാണ് രക്ഷപ്പെടാനുള്ളത് അത് നിങ്ങൾ എഴുതുക. രക്ഷപ്പെടാനല്ല, നിങ്ങളുടെ ആ ഒരു ഇമോഷൻ എഴുതിയാലും മതി.
അത് ഒരാവശ്യം എഴുതിയിട്ട് അതിന്റെ താഴെ തന്നെ അതിന്റെ ആ ഇമോഷൻ എഴുതണം അല്ലേ? ഇമോഷൻ എഴുതുക. അതെ, ഓക്കെ. കാരണം വെച്ചാൽ എന്നാലേ നമുക്കൊരു ക്ലാരിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഓരോന്നും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് ഇതാക്കുക. നമ്മൾ ഏരിയാസ് ഞാൻ എടുത്തു തരാം. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി, കരിയർ. ഈ 4 ഏരിയാസ് കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫസ്റ്റ് സീക്രട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ 4 ഏരിയാസും എഴുതി കംപ്ലീറ്റ് ചെയ്തില്ലാന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാലും മതി. ഇത്രയാണ് എഴുതാനുള്ളത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ്, ആ ഒരു എൻഡ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം എഴുതുക. ഇനി നമ്മൾ സീക്രട്ട് നമ്പർ 2ലാണ് പോകുന്നത്. ഇത് നിങ്ങൾ കേട്ടിരിക്കുക. ഇതിലാണ് നിങ്ങളുടെ പല ബോംബുകളും പൊട്ടാൻ പോകുന്നത്. ലോ ഓഫ് മണിയാണ് പറയുന്നത്. സോ സീക്രട്ട് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മണി. സോ നമുക്കറിയാം നമ്മുടെ മണി ഫ്ലോ എന്ന് പറയുന്നത് അസറ്റ്സും ലയബിലിറ്റിയും. സോ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച് കൂട്ടുന്ന ആസ്തികളും, അതുപോലെ നമ്മുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകളെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പോക്കറ്റിലോട്ട് വരുന്നത്. നമുക്കൊരു പോക്കറ്റ് ഉണ്ടെങ്കിൽ ആ പോക്കറ്റിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റായിട്ട് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറയുമ്പം ഈ പോക്കറ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ്. അതായത് നമ്മുടെ റിച്ച് മാൻമാരുടെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അസറ്റ്സുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പം ലോവർ ക്ലാസ്സോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ അസറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ലയബിലിറ്റീസ് വാങ്ങിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അസറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ലയബിലിറ്റീസ് വാങ്ങിക്കും. അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ സാധാരണ 21 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 23 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികൾ ജോലിക്ക് പോകുന്നത്, അല്ലേ? നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ പോകുന്നത്. അതായത് 21 വയസ്സാകുമ്പോൾ നമ്മൾ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യുന്നു. 23 വയസ്സാകുമ്പോൾ ഒരു PG ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ വേറെ ഏതെങ്കിലും സ്കിൽസ് ഒക്കെ പഠിക്കുന്ന ആവറേജ് നമുക്കൊരു 25 എന്ന് പറഞ്ഞൊരു ഏജ് എടുക്കാം. ഈ ഒരു 25 ഏജിനകത്ത് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയും ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ, സിംഗിളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്കൊരു ജോലിയുണ്ട്, അവർ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സമയം എന്ത് ചെയ്യാം, അസറ്റ് വാങ്ങിച്ച് കൂട്ടാനായിട്ട് പറ്റും. അവർക്കൊരു ആവറേജ് ഒരു 10,000 രൂപ സാലറി കിട്ടുകയാണെങ്കിലും അവരുടെ എക്സ്പെൻസ് പോയതിനു ശേഷം അവർക്ക് എന്ത് ചെയ്യാം, പതുക്കെ പതുക്കെ അസറ്റ് വാങ്ങിച്ചു തുടങ്ങാം. ഇങ്ങനെ അസറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും, ഒരു റിച്ച് മൈൻഡ് സെറ്റിലോട്ടായിരിക്കും പോകുന്നത്.
അതേസമയം അവർക്ക് ഒരുപാട് പ്രാരാധമങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നും എന്തായിരിക്കും ഒരു ലയബിലിറ്റിയിലായിരിക്കും പോകുന്നത്, അതായത് ബാധ്യതകളിലോട്ടായിരിക്കും പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് EMI, ലോണ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ്, ഇതൊക്കെ വരുമ്പോൾ ലയബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പ്രായം ഒരു 28 അല്ലെങ്കിൽ 30 വയസ്സാകുമ്പം, ഒരു ആവറേജ് ഒരു 28 വയസ്സാകുമ്പം വിവാഹം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് 25ാമത്തെ വയസ്സിൽ ജോലി കിട്ടി 3 വർഷം സമ്പാദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഒരു റിച്ചായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ ചിലവുകളൊക്കെ പോയിട്ട് ബാക്കിയുള്ള കുറച്ച് അസറ്റ് അല്ലെങ്കിൽ കുറച്ച് മണി എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇല്ല, നമുക്ക് കിട്ടുന്ന പൈസ മൊത്തവും നമ്മൾ അടിച്ചു പൊളിച്ച് ഇതാക്കുക അല്ലെങ്കിൽ പ്രാരാബ്ദം അങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ കയ്യിൽ സീറോ ആയിരിക്കും. ഇവർ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ജോലി എന്ന് പറയുന്നത്, വിവാഹം കഴിച്ച ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അല്ലെ അവർ വിവാഹം കഴിയുന്ന രണ്ട് പാർട്ട്നേഴ്സിനും രണ്ടുപേർക്കും ജോലിയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ജോലി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആദ്യം ഒരു റെന്റഡ് ഹൗസിലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, വിവാഹം കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കുകയാണ്, നമുക്ക് കുറച്ച് സമ്പാദിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. ആകെ ഒരു വർഷത്തെ ഒരു സമ്പാദ്യം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു വീട് വാങ്ങിക്കുന്നു. ഈ വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും വീട് വാങ്ങിക്കാൻ നമ്മുടെ അസറ്റ് ആണെന്ന് പറയും. അത് തെറ്റല്ല, പക്ഷെ അത് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ കേൾക്കുക. എവിടെയാണ് തെറ്റ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം കുറച്ചാകെ വളരെ തുച്ഛമായിട്ടുള്ള ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു പൈസ മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി എല്ലാം അവരെന്താണ് ചെയ്തത്, EMI ഇട്ട് വാങ്ങിച്ചു, ലോൺ ഇട്ട് എന്ത് ചെയ്തു, ഒരു വീട് വാങ്ങിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു ആ വീട് വാങ്ങിച്ചല്ലോ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പം വീട് മാത്രം പോരല്ലോ, വീടിന് ഫ്രണ്ടിൽ ഭംഗിയായിട്ട് എന്ത് വേണം, ഒരു കാറ് വേണമെന്ന് തോന്നി. അപ്പൊ എന്ത് ചെയ്തു, വീണ്ടും അടുത്ത എന്ത് ചെയ്തു, വേറെ സമ്പാദ്യമൊന്നുമില്ല, ഇടുന്ന സമ്പാദ്യത്തിന് നമ്മൾ വീട് വാങ്ങിച്ചു. ബാക്കി അടുത്ത എന്ത് ചെയ്യണം, കാറ് കൊടുത്ത് EMI എടുത്ത് കാറ് വാങ്ങുകയാണ്. അതും കഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്ത് ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വന്നു. അപ്പോഴെന്ത് ചെയ്തു, വീണ്ടും അവിടെ വീണ്ടും വീണ്ടും EMIയിൽ നമ്മൾ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് ലയബിലിറ്റിയെ വാങ്ങിച്ച് കൂട്ടി. നമ്മുടെ ലയബിലിറ്റിയെ വാങ്ങിച്ച് കൂട്ടി. ഇങ്ങനെ ലയബിലിറ്റിയെ വാങ്ങിച്ച് കൂട്ടിയ സമയത്ത് നമുക്ക് സംഭവിച്ച എന്തായിരുന്നു, നമ്മുടെ അസറ്റ് എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ എന്നാലും അവിടെ നമ്മുടെ ലയബിലിറ്റിയാണ് കൂടിയത്. ഇവിടെ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയുള്ള സമ്പാദ്യം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മൊത്തം എന്തായിരിക്കും, നമ്മൾ ഈ ലോൺ അടയ്ക്കാനും EMI അടയ്ക്കാനും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതാണ് സാധാരണ ജനങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്നത് ഞാനായാലും നിങ്ങളൊക്കെ ആയാലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താണ് വരുന്നത്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 28ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയ കുട്ടി 28 വയസ്സ് വരെ എന്ത് ചെയ്തു, അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. നല്ല രീതിക്കുള്ള അസറ്റ്, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടാം, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 3 വർഷം കൊണ്ട് ആ കുട്ടി ഒരുവിധം, അതായത് ഒരു 40 ലാക്സോളം ആ കുട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ, സ്വന്തമായിട്ട് വീട് ബാംഗ്ലൂർ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഈ 40 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിനെ കൊണ്ടുപോയി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അതാണ് റിച്ച് മൈൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത്, വീട് അല്ലെങ്കിൽ കാറ് എന്നൊക്കെയുള്ള അസറ്റ്, അതായത് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഷോറൂമിൽ കാറ് നിൽക്കുമ്പോൾ ആക്ച്വൽ റേറ്റ് നല്ല വില കാണുമായിരിക്കും, ചില 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കാണും. എന്നാൽ ആ കാറ് റോഡിലോട്ട് ഇറങ്ങുമ്പം അതിൻ്റെ 25% വില എന്ത് ചെയ്തു, കുറഞ്ഞു കഴിഞ്ഞു. ആ ഷോറൂമിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ അതിൻ്റെ 100% റേറ്റ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 25% കുറയുകയാണ്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താണ്, സ്വന്തമായിട്ട് വീടുണ്ട്, സ്വന്തമായിട്ട് കാറുണ്ട്, സ്വന്തമായിട്ട് അതുണ്ട്, പിന്നെന്താ നമുക്ക് പേടിക്കാനുള്ളത്. പക്ഷെ ഇത് മൊത്തം എന്താണ്, നമ്മുടെ ലയബിലിറ്റിയാണ്. നമ്മൾ അസറ്റ്സുകൾ വാങ്ങിച്ചതിന് ശേഷം ഈ അസറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീടോ കാറോ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റ് തന്നെ ആയിരിക്കും, ഒരിക്കലും ലയബിലിറ്റി അല്ല. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലയബിലിറ്റി ആവുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് റീപേയ്മെന്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ അവിടെ സെറ്റ് ചെയ്യണം. അപ്പം ഇതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന മണ്ടത്തരം. അസറ്റ് ആണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റിയെ വാങ്ങിച്ചു കൂടിയിട്ട് ആ ലയബിലിറ്റി മൊത്തം നമ്മൾ എന്ത് ചെയ്യും, വർഷക്കാലം നമ്മൾ എന്ത് ചെയ്യും,
നമ്മളതിങ്ങനെ അടയ്ക്കണം. നമുക്ക് കിട്ടുന്ന സാലറി മൊത്തം എന്തായിരിക്കും, ഈ പറയുന്ന EMI എല്ലാം അടച്ചടച്ചങ്ങ് പോകും. പിന്നെ മാസം അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10-ാം തീയതി കഴിയുമ്പോൾ സാധാരണയായിട്ട് എല്ലാ എംപ്ലോയീസും എന്താണ്, പാപ്പരാണ്. കാരണം എന്തുവാണ്, നമ്മുടെ കയ്യിലിരുന്ന പൈസ മൊത്തം എല്ലാ EMIയും കാര്യങ്ങളും എല്ലാം അടച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, അടുത്ത മാസം അല്ലെങ്കിൽ ബാക്കിയുള്ള 20 ദിവസം റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരിൽ നിന്നും കടം വാങ്ങിക്കും. അപ്പോൾ സാലറി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ആൾക്കാർക്ക് കടം കൊടുക്കും. പിന്നെ വീട് കടമെല്ലാം ഒന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കി EMI അടച്ചിട്ട് പോകും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സർവ്വസാധാരണമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യാനുള്ള കാര്യം. നമ്മുടെ കയ്യിൽ പോക്കറ്റിലുള്ള പൈസ അതുപോലെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ്സുകൾ വാങ്ങിച്ച് കൂട്ടുക. നമ്മൾ നമുക്കാണെങ്കിലും നമ്മുടെ വരുന്ന അടുത്ത ജനറേഷനായാലും നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് അവരെ അസറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് ഒരു കോയിനിൻ്റെ ഇത് കണ്ടത്. 1 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അത് 10 മടങ്ങായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് കിട്ടും. അതായത് നമുക്ക് സേവിങ്സ് ഇല്ല, സേവിങ്സിന് ഒരു ലംസം എമൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനും വർഷങ്ങളായിട്ട് കുട്ടികളെ ഈ ഒരു സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയുമ്പോഴും ചോദിക്കുന്നത്, ഇതൊക്കെ അടിച്ചു പൊളിക്കേണ്ട സമയമില്ലേ, ആ സമയത്ത് നോക്കിയാൽ പോരെ, നമുക്ക് EMI ഉണ്ടല്ലോ, ബാങ്ക് ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോൾ തന്നെ ബിഗ് സീറോ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ അസറ്റായിട്ട് തന്നെ നമ്മൾ മാറ്റുക. പോക്കറ്റിലോട്ട് നമുക്ക് ഈ അസറ്റ് നമുക്ക് എന്ത് ചെയ്യണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒരിക്കലും അസറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലയബിലിറ്റി എന്ത് ചെയ്യരുത്, അസറ്റായിട്ട് ഒരിക്കലും മാറ്റാനായിട്ട് പാടില്ല. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഈ അസറ്റ് അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് വരുന്നതിന് വേറൊരു ഇതും കൂടിയുണ്ട്. അസറ്റും ലയബിലിറ്റിയും പറയുമ്പോൾ നമുക്ക് ഇൻകവും എക്സ്പെൻസും ഉണ്ട്. സോ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വരുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് സാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ടോ നമ്മളിലോട്ട് വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ ഇൻകം ആയിട്ട് പറയുന്നത്. അതേസമയം എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നേരെ എന്താണ് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. ഈ ഇൻകവും എക്സ്പെൻസും നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലയബിലിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം വരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അതുപോലെ എന്താണ് ലയബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് പോകും തോറും നമ്മുടെ ലയബിലിറ്റി എന്തായിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ഈ ഒരു 4 ടേം നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളാം: ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാം, പല സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പെൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ആവശ്യമുള്ളതിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ കട്ട് ഓൺ ചെയ്യുക. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ഓൺ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നിട്ട് അവരെ പോലെ നമ്മളും ആവണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും എന്തായിരിക്കും, EMIയും ലയബിലിറ്റിയും മാത്രം അടച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ 4 ടേംസ് മറക്കരുത്: ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഈ 4 ടേംസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോക്കറ്റിനകത്തോട്ട് വരുന്ന ഇൻകമാണ്. ആ പോക്കറ്റിൽ നിന്ന് വരുന്ന ഇൻകത്തിനെ നമ്മൾ എന്താ ചെയ്യുക, അസറ്റ്സുകൾ വാങ്ങിക്കുക. അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്നിപ്പം ഗോൾഡിൻ്റെ വിലയൊക്കെ അങ്ങ് കയറി പോവുകയാണ്. അതുപോലെ എന്തുവാണ്, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഷെയർ മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർ മാർക്കറ്റിൽ തന്നെ പ്രൈമറി മാർക്കറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി ബോൺസിലുണ്ട്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസുകളുണ്ട്, അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. സോ ഒന്നും പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു FDയോ അങ്ങനെ എങ്ങാനും എന്ത് ചെയ്യുക, നമ്മൾ ഇത് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പ്ലാൻസുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഈസി ആയിരിക്കും ഇൻകം വരുന്ന കാര്യവും അല്ലെങ്കിൽ ഇൻകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ഇൻകം പോകുന്ന വഴി നമുക്ക് അറിയത്തില്ല. അതായത് നമുക്ക് പണം എവിടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പണം എവിടേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സും ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഈ 2 കാര്യങ്ങളും, നിങ്ങൾക്ക് മണി എന്താണോ കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന മണി എന്താണോ അതിന് കറക്റ്റായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുക. സോ ട്രാക്കേഴ്സ് വെക്കുക. കാരണം വെച്ചാൽ നമ്മുടെ
എന്തുവാണ് മണി വരുന്നതിന് നമുക്ക് ഇൻകം ട്രാക്കർ ഉണ്ട്, എക്സ്പെൻസ് ട്രാക്കർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ട്രാക്കേഴ്സ് നമുക്ക് ഉണ്ട്. സോ ഞാൻ ഇൻകം എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും ഒന്നും കൂടി പറഞ്ഞുതരാം. സോ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻകം ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് സാലറി പറയാം, ബിസിനസ് പറയാം, അതുപോലെ ഫ്രീലാൻസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പറയാം, നമുക്ക് കമ്മീഷൻ ബേസ് കിട്ടുകയാണെങ്കിൽ, പിന്നെ അതുപോലെ വീട് നമുക്ക് റെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം, പിന്നെ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. സോ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ടോട്ടൽ വരുന്ന ഇൻകം നമുക്ക് പല വഴിക്കും നമുക്ക് ഇൻകംസ് ചെയ്യാം. അത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ചിന്തിക്കുക. നമുക്ക് എങ്ങനെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പല പല വഴികളും ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത്, ചിന്തകൾ എപ്പോഴും ഓപ്പൺ ആണ്. ആരൊക്കെയോ എന്തൊക്കെയോ ചിന്തിക്കുന്നതാണ് ഈ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഓപ്പൺ ചെയ്യുക, നമ്മൾ ചിന്തിക്കുക എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക, നല്ല ചിന്തകൾ ചിന്തിക്കുക. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോയിട്ട് കടം വാങ്ങി കൊണ്ടുപോയി കഴിക്കുന്ന ആ, എന്താണ് ഭക്ഷണങ്ങൾ, പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് റെൻ്റ് കൊടുത്ത് നമ്മൾ ഇരിക്കുന്ന വീടുകൾ, പിന്നെ അതുപോലെ അനാവശ്യമായിട്ട് വെള്ളം ചിലവാക്കുക, കറണ്ട്, ഇൻ്റർനെറ്റ്, ഇങ്ങനെ ഒരുപാട് എല്ലാം മനസ്സിൽ നമുക്ക് എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും എക്സ്പെൻസിനകത്ത് വരുന്നുണ്ട്. അത് ഒരുപാട് കൂടുതൽ യൂസ് ചെയ്യാം, നമുക്ക് നെസസറി ആയിട്ട് യൂസ് ചെയ്യാം. ചിലത് നമുക്ക് നീഡിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മളിപ്പം എന്തെങ്കിലും ആഡുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ചിലവുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്ക് EMIs ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന മണി നമ്മൾ ഏതിലേക്കാണോ ചിലവഴിക്കുന്നത്, അത് ഒരുപാട് കൂടുതലായിട്ടും ചിലവഴിക്കാം, അല്ലെങ്കിൽ എന്തായിട്ട് കുറച്ചായിട്ടും ചിലവഴിക്കാം. നമ്മൾ ലക്ഷറി ആയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ അത്രത്തോളം എക്സ്പെൻസ് കൂടുതലായിരിക്കും. സോ വലിയ വലിയ ഹോട്ടൽസിൽ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ എന്നുള്ള വാശിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇതായിരിക്കും. അതേസമയം നമുക്ക് മിതമായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഫുഡ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പെൻസ് ട്രാക്കർ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ഇൻകം വരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇൻകം നമ്മൾ സാധാരണയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് വരും. സോ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു കാര്യം കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു സംഭവം കൂടി സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു 1000 രൂപ ഇൻക്രിമെൻറ്റ് കിട്ടി, ഇൻക്രിമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ ഇൻക്രിമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പെൻസ് കൂടി വരും എന്ന് സാധാരണയായിട്ട് ആളുകൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ചിന്ത തെറ്റ് പറയാൻ പാടില്ല, പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന മണിയെ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെസ് ചെയ്യുക, എപ്പോഴും ബ്ലെസ്സിങ്സിലോട്ട് നിൽക്കുക. സോ നമ്മുടെ എക്സ്പെൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഫോണ് ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താഴെ ഇടേണ്ടി വന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇടേണ്ടി വന്ന സമയത്ത് ഫോൺ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് നിന്ന് ഫോൺ കംപ്ലീറ്റ് ജാമായി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞൂടാതെ ഓക്കെ ലീവ് ചെയ്തു. കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് എന്ത് കൺട്രോൾ ചെയ്തു. പ്രശ്നമില്ല, കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു. പിന്നെ അത് കഴിയുമ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കുക, അതെങ്ങനെ മാനേജ് ചെയ്യും അതൊന്നും എനിക്കൊരു ഇത് എത്തും പിടിയില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വേറെ കുറേ കാര്യങ്ങളിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അതായത് ഒരു ഇൻകം വന്നൊരു കാര്യമാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വന്ന കാര്യം പറയുന്നതാണ്. രാത്രി ഷോപ്പിൽ പോയി നന്നാക്കാനായിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് കറക്റ്റ് അവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സെൻറ്റേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ന് രാവിലെ പോയ സമയത്ത് അവരതിനകത്ത് നന്നാക്കാനായിട്ട് അവർ പറഞ്ഞു 1500 റുപ്പീസ് എന്ന് പറഞ്ഞു. ഇതിന് മുമ്പേ ആയിട്ട് ഇന്നലെ രാത്രി ആ ഫോൺ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫോണാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അതായത് 4 കാര്യങ്ങളാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന 4 മന്ത്രമുണ്ട്. ഇത് ഞാൻ ഫോണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്തായാലും അത്രയും വലിയൊരു എക്സ്പെൻസ് ഒന്നും ആവത്തില്ല. എക്സ്പെൻസ് ആയാലും ഞാനായിട്ട് വരുത്തി വെച്ച എക്സ്പെൻസ് ആണ്, അത് ഞാൻ ബെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് പോയത്. അവർ 1500 രൂപ പറഞ്ഞു, 2 hours എങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഗസ്സിന് പറഞ്ഞു ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു. ഒന്നും കൂടി ഫോഴ്സ്ഫുള്ളി പറഞ്ഞ സമയത്ത് അവർ ഒരു അരമണിക്കൂർ എനിക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല,
കുറച്ച് ബാറ്ററി കുറച്ചൊന്നും ഇതായതാണ്, വേറെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഒരു 5 പൈസ പോലും ആയിട്ടില്ല. അതായത് ആ ഫോണിനോട് ഞാൻ ചെയ്ത, അല്ലെങ്കിൽ ആ ഫോണിനോട് ഞാൻ എന്താണ്, ആ ഫോൺ അത്രത്തോളം എനിക്ക് ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധമാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ആ ഫോണിന് വേണ്ടി ഞാൻ ഹോപ്പണോപ്പോണോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പം 1 രൂപ പോലും ചെലവില്ലാതെ 1500 രൂപ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സീറോ പോലും ആക്കാതെ എന്ത് ചെയ്തു, അതിന് ചെയ്യാനായിട്ട് പറ്റി. അപ്പം നമ്മൾ എക്സ്പെൻസ്, അതായത് നമുക്ക് എപ്പോഴും എന്ത് എക്സ്പെൻസ് നമുക്കിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റും, പക്ഷെ അത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുക. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അസറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ലൈബിലിറ്റീസ് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ലൈബിലിറ്റി എന്നും അല്ല, നമ്മൾ അസറ്റ് എന്ന് കരുതുന്ന പല ലൈബിലിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ പതുക്കെ എങ്ങനെ എന്ത് ചെയ്യുക, പാടെ നമ്മൾ മാറ്റാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന അസറ്റ്സിലാണ്. അതേസമയം സ്ട്രഗിളിങ് പീപ്പിൾസ് എപ്പോഴും നോക്കുന്ന എവിടെയാണ്, ലയബിലിറ്റീസിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. മണിയുടെ ലോ, അല്ലെങ്കിൽ മണി എപ്പോഴും പറയുന്നത് എന്താണ്, മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതായത് നമ്മൾ മണിക്ക് വേണ്ടി വർക്ക് ചെയ്യരുത്, മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇതുപോലെയുള്ള നമുക്കൊരു 17 പ്രിൻസിപ്പിൾസും അതുപോലെ നമുക്ക് 5 ലോസ് ഒക്കെ നമുക്കുണ്ട്, മണി ലോസ് ഒക്കെ ഉണ്ട്. ഈ മണി ലോസ് ഒക്കെ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു തുടങ്ങും. മണി നമ്മൾ ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യണം. അതായത് മണി നമ്മുടെ അടിമയാവണം. നമ്മൾ ഒരിക്കലും മണിക്ക് അടിമയാകരുത്. സാധാരണയായിട്ട് നമ്മൾ എന്താണ്, ഒരു 9 to 5 ജോബ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ജോലി ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാലറി കിട്ടിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് മണി നമുക്ക് വേണ്ടി ജോലി കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ യൂട്യൂബും ഇതൊക്കെയുണ്ട്. സോ ഇവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സമയത്ത് അവർ എന്തെങ്കിലും കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ഇടുന്നു, അവർ പോയി കിടന്നുറങ്ങുന്നു, ഉറങ്ങാതെ നമ്മൾ ഇരുന്ന് എന്ത് ചെയ്യുന്നു, അതെല്ലാം കാണുന്നു. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എന്താണോ, അവർക്ക് മണി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും അസറ്റിൽ ഫോക്കസ് ചെയ്യുക, ഒരിക്കലും ലയബിലിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മുടെ ഇൻകം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അസറ്റ് ആണ് നമ്മുടെ പെർമനന്റ്. ഇൻകം എന്ന് പറയുന്നത് വൺസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹെൽത്ത് ഇഷ്യൂ ആയി, ഇപ്പം റിസഷൻ വന്നു, നമുക്ക് എന്തായിരിക്കും, ഇൻകം സ്റ്റോപ്പ് ചെയ്യും. നമുക്കറിയാം കോവിഡ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, പല ആൾക്കാരും പല ഓഫീസുകളും എന്ത് ചെയ്തു, സാലറി കട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സാലറി മൊത്തം അവിടെ ബ്ലോക്കായി. അപ്പം നമുക്ക് സാലറി കിട്ടാതെ വന്നു. അപ്പം എന്താണ്, ആ ഒരു നമ്മൾ പെർമനന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇൻകം എന്ത് ചെയ്തു, ഒരു ടെമ്പററിയിലോട്ട് പോയി. അതേസമയം ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർക്ക് ഒരുപാട് അസറ്റ്സ് ഉള്ളതുകൊണ്ട് ആ അസറ്റിൽ നിന്നും ഇൻകം വന്നുകൊണ്ടേയിരുന്നു. അതിനകത്ത് അവർ പണിയെടുത്തില്ലെങ്കിലും ഇൻകം വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു ഇൻകം അവർക്ക് എന്തായിരിക്കും, പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ടേയിരുന്നു. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ അസറ്റിനകത്ത്, അസറ്റ് ബിൽഡിംഗ് മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, അസറ്റ് ബിൽഡിംഗ് മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ലയബിലിറ്റീസിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുക. സോ ലയബിലിറ്റീസിനെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അസറ്റ്സ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മണിയുടെ സെക്കൻഡ് ഇതായിട്ട് പറയുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പെൻസ് ട്രാക്കേഴ്സ് ഉണ്ട്, അതുപോലെ സേവിങ്സ് ട്രാക്കേഴ്സ് ഉണ്ട്, അതുപോലെ ഇൻകം ട്രാക്കേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ സ്നോബോൾ, നമുക്ക് ഡെപ്റ്റ്, നമുക്ക് ഒരുപാട് കടമുണ്ടെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് കംപ്ലീറ്റ് നമുക്ക് എന്താണ് ഏറ്റവും ഹയസ്റ്റ് മുതൽ ലോവസ്റ്റ് വരെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എഴുതിയിട്ട് നമുക്കൊരു സ്നോബോൾ ട്രാക്കർ എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് മിനിമം ഇത്രയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ന ഇയർലി ഫിനാൻഷ്യൽ ഇയേഴ്സ്, അതുപോലെ മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെയാണ്, നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റി ഇങ്ങനെയുള്ള കുറേ ട്രാക്കേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നിങ്ങളുടെ അസറ്റ്സുകൾ കൂട്ടുകയും അതുപോലെ ലയബിലിറ്റീസിനെ നമുക്ക് കുറയ്ക്കാനും നമുക്ക് പറ്റും. സോ ഇതാണ് നമ്മുടെ സീക്രട്ട് നമ്പർ 2 എന്ന് പറയുന്നത്. സോ സീക്രട്ട് നമ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ്സ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ലയബിലിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഈ ഒരു സെക്കൻഡ് സീക്രട്ട് മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ മൂന്നാമത്തെ സീക്രട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഈ ഒരു 48 മിനിറ്റ്, 48 അല്ല ഒരു 45 മിനിറ്റോളം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. 2 സീക്രട്സും പറഞ്ഞു.
ഈ രണ്ട് സീക്രട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ ക്ലാരിറ്റി വേണ്ടത് ആ ഒരു മണി ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണി നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്, നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ലയബിലിറ്റി അല്ല നമ്മൾ നോക്കാനുള്ളത്. ലയബിലിറ്റി എന്നല്ല, നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേയേറെ ലയബിലിറ്റീസിന് എന്താ ചെയ്യാറുണ്ട്, നമ്മൾ കൂട്ടാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസറ്റിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റി അസറ്റ്സിനെ മാറ്റിയിട്ട് വെറും നല്ല അസറ്റ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ എടുത്തുകൊണ്ട് എന്തെയ്യുക, നമ്മൾ അസറ്റ്സിലോട്ട് മാറാനായിട്ട് നോക്കുക. ഈ രണ്ട് സീക്രട്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞുതരാം. നമ്മുടെ സീക്രട്ട് 3 പോകുന്നതിന് മുമ്പ് കൂടുതലായിട്ടും നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളുടെ മണിക്കകത്ത് മാറ്റങ്ങൾ വരണം. നിങ്ങളുടെ മണി അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. എനിക്ക് ഇതിൻ്റെ ഒരു ഹയർ വേർഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ പേര് മണി സെറ്റർ എന്നാണ്. അത് ഈ ജാനുവരിയിലാണ് തുടങ്ങുന്നത്. അതൊരു 3 മന്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. നമ്മുടെ ഈ ഒരു 3 മന്ത് ആക്ഷൻ ടേക്കേഴ്സ്, അതായത് നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. സോ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഇതുപോലുള്ള വെബിനാർസും അല്ലെങ്കിൽ ബുക്സിലും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ കേട്ട് കേട്ട് പോകുന്നുണ്ട്. ഇൻഫർമേഷൻസ് എല്ലായിടും അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ കേട്ടിട്ട് കാര്യമില്ല. ആ ഇൻഫർമേഷനിൽ നിന്നുകൊണ്ട് നമ്മളൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. ജസ്റ്റ് കേട്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ കേട്ട് കേട്ട് കളയുകയാണെങ്കിൽ അത് ഒരിക്കലും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. കേൾക്കുക, കളയുക. ഒരു മണി സെറ്റർ, അല്ലെങ്കിൽ ഒരു 3 മന്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ് മണി സെറ്റർ എന്ന് പറയുന്നത്. ഈ മണി സെറ്റർ പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു വെറും ഒരു പ്രോഗ്രാം മാത്രമല്ല, ഒരു ലേണിംഗ് എന്ന് പറയുന്നതിനുപരിയായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇൻകം എല്ലാം റീസെറ്റ് ചെയ്യുന്ന ഒരു ജേർണിയാണ്. ഇതിനകത്ത് 9 പവർഫുൾ ആയിട്ടുള്ള മിഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ പവർഫുൾ മിഷൻസ് എന്ന് പറയുന്നത് ഓരോ ആശയിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അസറ്റ്സ്, ലയബിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സുകൾ, മണി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ മണി ഡബിൾ ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സുകൾ അതിനകത്ത് പറയുന്നുണ്ടായിരിക്കും. സോ ലാസ്റ്റ് 3-ാമത്തെ സീക്രട്ട് വരെ നിങ്ങൾ ഇരിക്കുക. എന്നുവെച്ചാൽ 3-ാമത്തെ സീക്രട്സ് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു മണി സെറ്റിനകത്ത് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ലാസ്റ്റ് നിങ്ങൾക്കൊരു PDF കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഹൈ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു 3 ബോണസ് ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ബോണസ് ക്ലാസ്സിനകത്ത് വരുന്നത് മൈൻഡ് ബ്ലോക്കാണ്. സോ മൈൻഡ് ബ്ലോക്കാണ്, എങ്ങനെയാണ് മൈൻഡ് ബ്ലോക്ക് വരുന്നത്, ആ മൈൻഡ് ബ്ലോക്കിനെ എങ്ങനെ റിമൂവ് ചെയ്യാം, ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്യാം, നമ്മൾ റാൻഡംലി ചെയ്യേണ്ട കുറേ ടെക്നിക്സുകൾ അതിനകത്തുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നുള്ള ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ അതെങ്ങനെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ബോണസ് ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ഒരുപാട് പേർക്ക് ബിസിനസ് കോഴ്സുകൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുകയും അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് മാസം എങ്ങനെ പോയാലും ഒരു 20,000 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, പാസീവ് ഇൻകമായിട്ട് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ഒരു 1 അവറിൻ്റെ ഒരു കോളിനകത്താണ് അവർക്ക് ഇത്രയും മാറ്റങ്ങൾ വരുന്നത്. അപ്പം ആ ഒരു മാറ്റം വരുന്ന അതേ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഈ ഒരു മണി സെറ്ററിനകത്ത് വരുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ കോച്ചിങ് ചെയ്യണമെന്നോ അവർക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ അവർ ആർക്ക് കൊടുക്കണമെന്നോ ഒന്നുമില്ല. കാരണം നമ്മൾ അതെങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ മണി നമുക്ക് വന്നു തുടങ്ങുന്നുണ്ടായിരിക്കും. സോ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും, ബിഗിനറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് ഈ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളത് വന്നത്. പിന്നെ അതുപോലെ പ്രാക്ടിക്കലായിട്ട് മണിയെയും മണി സ്ട്രാറ്റജി ട്രെയിനിങ്സിനെ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ എന്താണ് പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട്, ഓൺലി ഫോർ ആക്ഷൻ ടേക്കേഴ്സിന് മാത്രമാണ് ഞാൻ പറയുന്ന എല്ലാ ഗിഫ്റ്റുകളും എല്ലാം ഇതിനകത്ത് പോകുന്നത്. ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നവർക്ക് 30 ഡേയ്സിൻ്റെ മണി ചാലഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ മോർണിംഗ് HRCM മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി വെച്ചുകൊണ്ട് നമുക്കൊരു മെഡിറ്റേഷൻ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി 4 ഏരിയയിലും നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ ഇതാക്കുന്ന സമയത്ത് ആകെ ഒരു 15 to 30 മിനിറ്റ് വരെ അതിനകത്ത് വരത്തുള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കുകൾ ഭയങ്കരമായിട്ട് മാറ്റും.
അത് മാറ്റപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ ഞാൻ സാധാരണയായിട്ട് ചെയ്തു വരുന്നതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇ ബുക്ക് ഇപ്പം അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ മന്ത്ലി സ്പെൻഡിങ് ജേർണൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ള ഇൻകം ട്രാക്കേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ജേർണൽ അവൈലബിൾ ആണ്. ആ ജേർണൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഗോൾഡ് കാർഡ്. സോ നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു ഗോൾഡ് കാർഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഒരു എൻവലപ്പ് പോലത്തെയാണ്. അത് നമ്മൾ ഗോൾഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു, ജസ്റ്റ് മിനിറ്റ്. യെസ്. സോ ഇതുപോലത്തെ ഗോൾഡ് കാർഡ്സുകളുണ്ട്. സോ ഇതുപോലത്തെ ഗോൾഡ് കാർഡാണ്. ഈ ഗോൾഡ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എഴുതുക, ഇതിനകത്ത് എഴുതാൻ പറ്റും. ഇതിനകത്ത് എഴുതിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ വാലറ്റ്സിലെങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് റീഡ് ചെയ്യുക. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ടു ഡു ലിസ്റ്റിൻ്റെ പ്ലാനർ ഉണ്ട്. സോ ഇതൊന്നും നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ വാങ്ങണം, ഈ ഒരു കോഴ്സ് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങളൊരു ആക്ഷൻ ടേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുക. അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ആക്ഷൻ ടേക്കർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും, അല്ല ജസ്റ്റ്. സോ നമ്മുടെ മൂന്നാമത്തെ സീക്രട്ടിലോട്ട് പോവുകയാണ്. സോ സീക്രട്ടിനകത്ത് വരുന്നത് വെച്ചാൽ മണി മാനേജ്മെന്റ് ഫോർമുലയാണ്. സോ ഈ ഒരു മണി മാനേജ്മെന്റ് ഫോർമുല നിങ്ങളത് പഠിച്ചോളുക. കാരണം ഇത് അമേസിംഗ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മളൊരു സ്മാർട്ട് പാഡ് മെത്തേഡിലാണ് ചെയ്യുന്നത്. സ്മാർട്ട് പാഡ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് സാലറി, ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ സാലറി ആണ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുള്ളത് 70% പറയാം. നിങ്ങളുടെ സാലറി എത്രയും ചോദിച്ചാൽ, സാധാരണയായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാലറി ചോദിക്കുമ്പോൾ നമ്മൾ കൂട്ടിയാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ 70% മാത്രം സാലറി പറയുക. 10,000 ആണെങ്കിൽ 7,000 രൂപ എന്ന് പറയുക. എന്നിട്ട് ബാക്കിയുള്ള 30% നിങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം വെച്ചാൽ നിങ്ങളിങ്ങനെ 7,000 ഉള്ളൂ എന്ന് പറയുമ്പം നിങ്ങൾ വരുന്ന, അതായത് നമ്മൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, ഒരു 2-3 അക്കൗണ്ടുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 30 അല്ലെങ്കിൽ ആ ഒരു 30% അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റി വെക്കുക. ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ അസറ്റിലോട്ട് മാറ്റുക. ഇതിപ്പോൾ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാലറി അല്ലെങ്കിൽ ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 70% മാത്രം നമ്മൾ പറയുക. കാരണം 30% നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസിനല്ല നമ്മൾ മാറ്റി വെക്കുന്നത്, അസറ്റ് ക്രിയേഷൻ മൈൻഡ് സെറ്റിന് വേണ്ടിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. സോ അതായത് നമ്മുടെ ഈ 30% എന്നുള്ളത് ഫ്യൂച്ചർ സെക്യൂർ ആക്കാനുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഓക്കെ. ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 70% മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്ന റൂളാണ് 50-30-20 റൂൾ. ഇത് എല്ലാവർക്കും അറിയാവുന്ന റൂളാണ്. മാക്സിമം 50% നമ്മുടെ നീഡുകൾക്കും 30%, അത് ഈ 7,000-ന്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. 7,000 രൂപയിൽ 50% നമ്മൾ നീഡുകൾക്കും 30% നമ്മുടെ വാണ്ടുകൾക്കും 20% നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിനുമായിട്ട് യൂസ് ചെയ്യാം. സോ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ, വസ്ത്രം ഉടുത്തേ പറ്റത്തുള്ളൂ, നമ്മൾ റെന്റിൽ ഹൗസ് ആണെങ്കിൽ റെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ, ഇലക്ട്രിസിറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ, മെഡിക്കൽ എക്സ്പെൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഇതെല്ലാം നമ്മുടെ നീഡ്, നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യം ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 50% നിന്ന് ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഫുഡ്, റെന്റ്, EMI, ബേസിക് ആയിട്ടുള്ള EMIs, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇന്റർനെറ്റ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, യാത്ര, അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ എന്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം, അതായത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു 50% നമ്മൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം 30%, അതായത് 50% നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 7,000 ആണെന്നുണ്ടെങ്കിൽ 3,500 റുപ്പീസ് ഉപയോഗിക്കും. ഞാനൊരു ആവറേജ് കണക്ക് പറയുന്നതാണ്. നിങ്ങൾ ചോദിക്കരുത് ഇതെങ്ങനെയാണ് വർക്കൗട്ടായെന്ന് ചോദിക്കരുത്. ഇത് നമ്മൾ ഒരു സിംഗിൾ പേഴ്സൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്കത് ചെയ്യാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന 30% എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളും നമ്മുടെ നീഡും തമ്മിൽ രണ്ടും രണ്ടാണ്. നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസസറി ആയിട്ട് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. സോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാണ്ട് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എന്താണ് അധികമായിട്ട് നമുക്ക് ഉള്ളതിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാണ്ടായിട്ട് പറയുന്നത്. ഈ വാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം,
30% എന്ന് പറയുന്ന വാണ്ട് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ 10%-ത്തിലോ 20%-ത്തിലോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ 30% വാണ്ട് നിങ്ങൾ മാറ്റി വെക്കുക. സോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മറ്റേതിനകത്ത് 50%-ത്തിൽ കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ 30% കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, മാറ്റി വെച്ചാലും മതി. ഇപ്പം ആഴ്ചയിൽ എല്ലാ ദിവസവും സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും പുറത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് പകരം കുറേ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള 20% ഉണ്ട്. ഈ 20% കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്നുകിൽ നമ്മുടെ സേവിങ്സ് ആയിട്ടോ, മ്യൂച്വൽ ഫണ്ടായിട്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിലോ, ഗോൾഡിലോ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കാനുള്ള സ്കിൽസിനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻകം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനായിട്ട് ഇതാക്കുക. സോ ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ എനിക്ക് ഒരുപാട് കടമാണ്, ബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കാതെ നിങ്ങൾക്ക് ഇത് പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കാരണം ആ പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തന്നെ എടുത്തു തരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ക്ലാസ് പോലും എടുത്തു തരത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു 50-30-20 മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ആദ്യം പറഞ്ഞ 70% ആണ് നമ്മുടെ എന്താണ് 70% നമ്മൾ പറയുക, 30% മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 70% ആണ് 50-30-20 എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും മണി നമ്മുടെ ആദ്യം നമ്മൾ നീഡിന് യൂസ് ചെയ്യുക, പിന്നെ വാണ്ടിന് യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് യൂസ് ചെയ്യുക. അപ്പോൾ 50% നീഡിന്, 30% നമ്മുടെ വാണ്ട്സിന്, അതുപോലെ നമ്മുടെ 20% ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ 20% ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതുവരെ നിങ്ങൾക്ക് അസറ്റ് ക്രിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും 20% മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ 10% മാറ്റി വയ്ക്കുക. ഇങ്ങനെ 10% നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത് മതി. കാരണം നമുക്ക് ഒരു അസറ്റ് വേണ്ടേ, നമുക്ക് എന്നും നമ്മൾ കിട്ടുന്ന പൈസ മൊത്തം EMIയും അതും ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഒരു 10% നിങ്ങൾ മാറ്റി വയ്ക്കുക. ആ 10% നിങ്ങൾ നോക്കുക. ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിലോട്ട് നോക്കി. ഇപ്പം മാസം ആദ്യം ആയതുകൊണ്ട് ചില അക്കൗണ്ടിലോട്ട് പൈസ കാണുമായിരിക്കും. ഒരു 10-ാം തീയതി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നോക്കുമ്പോൾ 0 ബാലൻസിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ നെഗറ്റീവിലായിരിക്കും കിടക്കുന്നത്. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഈ പറയുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സ്റ്റെപ്പ് 3യിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നീഡ് എന്താണ്, വാണ്ട് എന്താണെന്ന് നിങ്ങൾ അറിയണം. സോ ഇതെവിടെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് അറിയാം. പക്ഷെ നമുക്ക് ചില വാണ്ട് നമ്മുടെ നീഡായിട്ട് തോന്നാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു ഫംഗ്ഷൻ വന്നു, ഒരു ഡ്രസ്സ് എടുക്കണം, ഓക്കെ, പക്ഷെ അത് അത്രയും കോസ്റ്റ്ലി ആയിട്ട് എടുക്കണം എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നീഡാണ്, പക്ഷെ അതെന്തായിട്ട് മാറും, നമ്മുടെ വാണ്ടായിട്ട് മാറും. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ബഡ്ജറ്റൊക്കെ എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതെപ്പോഴും വാണ്ടിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പം വാണ്ടും നീഡും നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. സോ നീഡായിട്ടും വാണ്ടും വാണ്ടായിട്ടും, വാണ്ടിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും എമൗണ്ട്, ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ GPayയിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതേസമയം നിങ്ങളുടെ ഓട്ടോ പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വാണ്ടും നീഡും കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേയ്മെൻറ്റ് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ നീഡ് എന്താണ്, വാണ്ട് എന്താണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇതിനകത്ത് വരുന്ന പാഡ് മെത്തേഡ്, അതായത് നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഴുതുക. നിങ്ങളുടെ നീഡ് എന്താണ്, വാണ്ട് എന്താണെന്നൊക്കെ എഴുതുക. ഒരു മാസത്തെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക, ഇതാണ് എൻ്റെ നീഡ്, ഇതാണ് എൻ്റെ വാണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും മൂന്ന് നേരം ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ നീഡാണ്. അത് ലക്ഷറി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് വാണ്ടായിട്ട് മാറും. അപ്പം നീഡും വാണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് വാണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. സോ നമുക്ക് റെഡ്യൂസ് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഈ നീഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക. സോ നീഡ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ നീഡ് എന്താണ്, വാണ്ട് എന്താണ് നോക്കിയാൽ, നീഡ് എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചേ പറ്റത്തുള്ളൂ, മൊബൈൽ റീചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മുടെ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ മെഡിസിൻ കഴിച്ചേ പറ്റത്തുള്ളൂ, സ്കൂൾ ഫീസ്, അതുപോലെ നമ്മുടെ വെഹിക്കിൾസിൻ്റെ പെട്രോൾ അലവൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല.
അതേസമയം വാണ്ട് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുക, സ്വിഗ്ഗി സൊമാറ്റോ ഇവിടെ നിന്ന് കഴിക്കുക, പിന്നെ അതിൽ ഓൺലൈനായിട്ടുള്ള പർച്ചേസ് ചെയ്യുക, പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽസ് എടുക്കുക, നമ്മുടെ മൂവി എടുക്കുക, ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കുക, വെക്കേഷൻ ട്രിപ്സ് കൊടുക്കുക. സോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം വാണ്ടായിട്ട് മാറും. അപ്പം നീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് എന്തെങ്കിലും നമ്മൾ നീഡിന് പ്രിഫറൻസ് കൊടുക്കുക, നീഡ് ചെയ്യുക. വാണ്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ഡൗൺ ചെയ്യുക. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ച് നമ്മൾ എഴുതുക, നമ്മൾ അനലൈസ് ചെയ്യുക. നമുക്കത് വേണോ, അത് നീഡാണോ വേണ്ടോ എന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. അതാണ് പാഡ് മെത്തേഡ്. അതായത് പെൻ ആൻഡ് പേപ്പർ എടുക്കുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, ദെൻ അനലൈസ് ചെയ്യുക. അത് നീഡാണോ വേണ്ടെന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അതാണ് പാഡ് മെത്തേഡ്. ഈ പാഡ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. 50-30-20 ആദ്യത്തെ 70-30 യൂസ് ചെയ്യുക, അതിനുശേഷം 50-30-20 കൊണ്ടുവരിക. ഈ 50-30-20 കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാഡ് മെത്തേഡ് യൂസ് ചെയ്യുക. പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ വാണ്ട് എന്താണ്, നീഡ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക, നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അത് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ മാസം തന്നെ, നിങ്ങൾ ഈ ഒരു ടെക്നിക്സ് ഈ മാസം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റും. തീർച്ചയായും മിച്ചം പിടിക്കാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. നിങ്ങളും ചെയ്ത് നോക്കുക. തീർച്ചയായും മാറ്റങ്ങൾ വരും. പിന്നെ അതുപോലെ നമുക്ക് വേറെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ നീഡും വാണ്ടിനും ഉപരിയായിട്ട് നമുക്ക് ചില കൾച്ചറൽ ഇതുണ്ട്. അതായത് ചില നമ്മുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. വെഡ്ഡിങ് ഫങ്ഷൻ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, അല്ലെങ്കിൽ ഡൊണേഷൻസ്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഡൊണേഷൻ എന്നുള്ള കാര്യം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അധിക ചിലവുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൾച്ചറലിന് വേണ്ടി നമ്മൾ മാറ്റുക. അപ്പം അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ നീഡും വാണ്ടിൻ്റെ കൂടെ ഒരു സിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഉണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വരാം, അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ റിപ്പയർ വരാം, അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഡാമേജസ് വരാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വരാം. ചിലപ്പോൾ നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻകം ഡിലേ ആവുന്നുണ്ടായിരിക്കും. ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പം അൺഎക്സ്പെക്ട് 4 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. നീഡ്, വാണ്ട്, കൾച്ചർ, അതുപോലെ അൺഎക്സ്പെക്റ്റഡ്. ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങളത് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും കട്ട് ഡൗൺ ചെയ്യാൻ പറ്റണമെങ്കിൽ കട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു കുറച്ച് മണിയെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇത്രയും നേരം വരെ ഒരു മണിക്കൂർ കൊണ്ട് ഇരിക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പിന്നീടുള്ള കാര്യം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏറ്റവും ഗോൾഡൻ റൂളായിട്ട് പറയുന്നത് നിങ്ങളുടെ നീഡ് ഫസ്റ്റ് കൊടുക്കുക. നീഡ് കമ്പൽസറി ആണ്, നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് നോ കോംപ്രമൈസ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ വാണ്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നാളെ നമുക്ക് അസറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി ഒരു റിച്ച് ആകുമ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം. മൂന്നാമതായിട്ട് കൾച്ചർ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പോകണം, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക, കൾച്ചർ കൺട്രോൾ ചെയ്യുക. പിന്നെ വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് നമ്മളൊരു ചെറിയ പ്രിപ്പറേഷൻസ് കൊടുത്തേക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഫണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡിന് വേണ്ടിയിട്ട് വെച്ചേക്കുക. ഇങ്ങനെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾ എഴുതി വെക്കുക. നീഡ് ഫസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് നെക്സ്റ്റ്, വാണ്ട് വിത്ത് ലിമിറ്റ്, കൾച്ചർ വിത്ത് കൺട്രോൾ, അൺഎക്സ്പെക്റ്റഡ് വിത്ത് പ്രിപ്പറേഷൻസ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ.